അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധമായ ദുൽഹജ്ജിലെ ആദ്യ പത്തിലെ മനോഹരമായ ദിനരാത്രങ്ങളിലാണ് നമ്മളുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ രാവിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഏത് ലക്ഷ്യത്തിലാണോ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, ആ ലക്ഷ്യങ്ങളെല്ലാം കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് പൂർത്തീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ചില ദിക്റുകൾ ചൊല്ലിയിട്ട് മുത്തുനബിയുടെ മദ്ഹ് ചൊല്ലി നമുക്ക് ദ്വാരക്കണം. ഇതൊരു റൊട്ടീൻ എന്നോണം നമ്മുടെ ജീവിതത്തിൽ ദിനേന ഈ മജ്ലിസ് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളറിയാതെ നമ്മൾ മാറും, നമ്മുടെ ജീവിതം മാറി മറിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ച മുമ്പ് ബിസ്മില്ല എന്നുള്ളത് വല്ലാത്തൊരു അത്ഭുതമാണ് അല്ലേ. കപ്പൽ ചലിപ്പിച്ച ബിസ്മില്ല, സുലൈമാൻ നബിക്ക് അധികാരം നേടിക്കൊടുത്ത ബിസ്മില്ല, വായിക്കാൻ അറിയാത്ത മുത്തുനബിയെ വായിപ്പിച്ച ബിസ്മില്ല. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത ലോകമാണ്. ബിസ്മില്ലാഹിയുടെ മഹത്വങ്ങൾ നമ്മൾ ഒരുപാട് പറഞ്ഞതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. മനസ്സറിഞ്ഞ് ബിസ്മില്ലാഹിയുടെ അർത്ഥം എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടി ഞാൻ തുടങ്ങുന്നു എന്നാണ്. ആ സഹായം കിട്ടുമെന്ന ഉറച്ച ബോധ്യത്തിൽ ഒരു 33 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദ്യം ഒന്ന് ചൊല്ലിക്ക്, നമ്മുടെ ജീവിതം മാറും. അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ദിക്റുണ്ട്. എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ, കുല്ല യൗമിൻ, എല്ലാ ദിവസവും രാവിലെ എന്നല്ല, എല്ലാ ദിവസവും നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിയാൽ നിങ്ങൾക്ക് സമാധാനമാണ്, ദുനിയാവിലും ആഖിറത്തിലും സമാധാനമാണെന്നാണ്. അതേതാണ് ആ ദിക്ർ? റളീതു ബില്ലാഹി. നമ്മൾ ഒരുമിച്ച് ചൊല്ലുന്നുണ്ട്, റളീനാ ബില്ലാഹി റബ്ബ. ഞാൻ അള്ളാഹനെ തൃപ്തിപ്പെട്ടു, റബ്ബായി തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബ് എന്ത് തന്നാലും എനിക്ക് തൃപ്തി. ഇന്ന് കച്ചവടം എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ്, നല്ല ലാഭമാണ്, കുഴപ്പമൊന്നുമില്ല. പിറ്റേന്ന് കച്ചവടം ഒന്ന് കുറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇന്നലെ ലാഭം തന്ന അള്ളാഹ് ഇന്ന് ഇച്ചിരി കുറച്ചു, എന്നാലും ലാഭത്തിന് കുഴപ്പമൊന്നുമില്ല. മൂന്നാമത്തെ ദിവസം തീരെ ലാഭമില്ല, എന്നാലും നഷ്ടമില്ല. അൽഹംദുലില്ലാഹ്, ഇതുവരെ ലാഭമൊക്കെ തന്ന അള്ളാഹ് ഇന്നിപ്പോൾ നഷ്ടമില്ലാണ്ട്, അൽഹംദുലില്ലാഹ്, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പിറ്റേന്ന് ഭയങ്കര നഷ്ടം. അപ്പോൾ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ കച്ചവടം എങ്ങനെയുണ്ട്? ആ, കുഴപ്പമില്ല. ഇവൻ അള്ളാഹനെ തൃപ്തിപ്പെട്ടിട്ടില്ല, ഇവൻ അൽഹംദുലില്ലാഹ് കിട്ടിയിട്ടില്ല. അപ്പോൾ റളീന ബില്ലാ എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹ് എന്ത് കൊടുക്കുന്നു അതിൽ തൃപ്തിപ്പെടുന്നവനാണ്. വബിൽ ഇസ്ലാമി ദീന, ദീനായി ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടു. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബിയായി തൃപ്തിപ്പെട്ടു അല്ലേ. ആ ബോധ്യത്തിൽ റളീന ബില്ലാഹി റബ്ബ ഒരു 11 തവണ ചൊല്ലിക്ക്. റളീന ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. റളീന ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. റളീന ബില്ലാഹി റബ്ബ
وبالإسلام دينا وبمحمد نبيا رضينا بالله ربا 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 وبالإسلام دينا وبمحمد نبيا അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നിന്നെ തൃപ്തിപ്പെടാൻ തൗഫീക്ക് നൽകണേ അല്ലാ, താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളെ നീ നൽകല്ലേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി അല്ലാഹുവിന്റെ ഔലിയാക്കൾ പതിവാക്കിയിരുന്ന ചില ദിക്റുകളിൽ വളരെ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റാണ് എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ദിക്ർ. മനസ്സറിഞ്ഞ് 33 തവണ അല്ലാഹു ഹാളിരി അല്ലാഹു നാളിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ 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 അല്ലാഹു ഹാളിരി അല്ലാഹു നാളിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അല്ലാഹുവേ നീ കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ഖായിബാക്കല്ലേ അല്ലാ, നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ചൊല്ലിയിരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലി വരുന്ന ദിക്റാണ്. അതേതാണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു 33 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് ചൊല്ലണം. പിന്നെ ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. വളരെയധികം സാധുവാണ്, വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും കുടുംബത്തിൻ്റെ ചികിത്സയും കടബാധ്യതയും എല്ലാം കൂടെ വല്ലാത്തൊരു പ്രയാസത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ഒരു ആലിമിനെ നമ്മൾ സഹായിച്ചാൽ കരുണക്കടലായ റബ്ബ് നമ്മളെ ചേർത്ത് പിടിക്കല്ലേ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ദിക്ർ ചൊല്ലിയിട്ട് നമുക്ക് ഉടൻ തന്നെ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യണം. സൂറത്തുൽ ഫജ്ർ എല്ലാ ദിവസവും ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഓതേണ്ടതാണല്ലോ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله العظيم. الصبح بدا من طلعته والليل دجا من وفرته الله 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 فاق الرسول فضلا وعلا أهدى سبلا
لدلالته الله 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 كنز الكرم مول النعم هادي الأمم لشريعته الله 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 أزكى النسب على الحسب كل العرب في خدمته الله 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 سعت الشجر نطق الحجر شق القمر بإشارته الله 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 جبريل أتى ليلة أسرى والرب دعا لحضرته الله 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 نال شرفا والله عفا عما سلفا من أمته الله 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 الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل ثواب قراءتنا إلى النبي المصطفى محمد صلى الله عليه وسلم أرحم الراحمين يا رب ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ എല്ലാ അദ്കാറുകളും അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് അവിടുത്തെ തിരുനോട്ടം തരണേ അല്ലാഹ് അവിടുത്തോടുള്ള അതങ്ങാത്ത പ്രണയം നീ നൽകണേ അല്ലാഹ് യാ റബ്ബന ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട് എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ് ഒരുപാട് സങ്കടങ്ങളുണ്ട് കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാഹ് യാ റബ്ബന ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം തരണേ അല്ലാഹ് ഐക്യം നൽകണേ അല്ലാഹ് പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ് പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ് എല്ലാ പരീക്ഷണങ്ങളിലും ഉന്നത വിജയം പരീക്ഷയിലടക്കം നൽകണേ അല്ലാഹ് മാതാപിതാക്കളോട് നല്ലത് പറയുന്ന മക്കളാക്കണേ അല്ലാഹ് അനുസരണയുള്ള സന്താനങ്ങളാക്കണേ അല്ലാഹ് യാ റബ്ബന മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് കരുണക്കടലായ റബ്ബേ ഞങ്ങളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരും അസുഖബാധിതരാണ് അല്ലാഹ് നീ പരിപൂർണ ശിഫാ നൽകണേ റഹ്മാനേ ആജിലായ ശമനം തരണേ അല്ലാഹ് മാരക രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ് ക്യാൻസർ തരല്ലേ അല്ലാഹ് ട്യൂമർ തരല്ലേ അല്ലാഹ്
അങ്ങനെ തുടങ്ങിയ അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. യാ റബ്ബനാ ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കണേ അല്ലാ. ആ ഖൽബിൽ നിന്നോടുള്ള അതിരറ്റ പ്രണയം നൽകണേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, നീ ഖായിബാക്കല്ലേ അല്ലാ. നീ ഖായിബാക്കിയാൽ പോകാൻ ഞങ്ങൾക്കൊരിടമില്ല അല്ലാ. സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം തരണേ അല്ലാ. ഞങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ, പ്രവാസികളുണ്ട്, ഖൈർ നൽകണേ അല്ലാ. കടങ്ങളെല്ലാം എത്ര വലിയ കടമാണെങ്കിലും നീ അത് ഏറ്റെടുക്കണേ അല്ലാ. യാ റബ്ബനാ, പടച്ചവനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. എന്തെല്ലാം മുറാദുകൾ ഞങ്ങളുടെ കൽബിലുണ്ടോ ആ മുറാദുകളെല്ലാം നീ ഹാസുലാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ഹജ്ജിന് പോയവർക്ക് മഖ്ബൂലും മബ്റൂറും മർദിയുമായ അമാലുകൾ പൂർത്തീകരിച്ച് തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണേ അല്ലാ. ആ പുണ്യഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൊതിക്കുന്നവരുണ്ട്, അവർക്കതിനുള്ള തൗഫീക്ക് നീ കാരുണ്യം നിമിത്തം നൽകണേ അല്ലാ. യാ റബ്ബനാ, മദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ആരംഭപ്പൂവിനോടുള്ള അതിരറ്റ മഹബത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബ് നീ നിറയ്ക്കണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ആരംഭപ്പൂവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തണലിലായി നീ ഞങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.